കേരള രാജ്യത്തെ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ടൗണിൽ നിന്നും നാം മംഗലാപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കുമ്പള എന്ന ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒരു കായലിനാൽ ചുറ്റപ്പെട്ട ഉപദ്വീപിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുമ്പളക്കോട്ട തുടങ്ങി വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുമ്പളയിലുണ്ട്. കുമ്പളയുടെ ചരിത്രത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ പണ്ട് തുളവ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഭരിച്ചിരുന്ന കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഇവിടെ. ചന്ദ്രഗിരി, പഴശ്ശിനി പുഴ മുതൽ നേത്രാവതി പുഴ വരെയാണ് കുമ്പളയുടെ അതിർത്തികൾ. ഡ്വാർത്തെ ബർബോസ എന്ന പോർച്ചുഗീസ് സഞ്ചാരി ഈ സ്ഥലം സന്ദർശിച്ചു എന്ന രേഖകളുണ്ട്. അദ്ദേഹം തൻ്റെ യാത്രാക്കുറിപ്പുകളിൽ കുമ്പളയിലെ ചെറിയ തുറമുഖത്തിൽ നിന്ന് മാലദ്വീപിലേക്ക് അരി കയറ്റുമതി ചെയ്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ തുറമുഖം പോർച്ചുഗീസുകാർക്ക് 800 ചാക്ക് അരി കാഴ്ചവെച്ചു എന്നും മറ്റൊരു ചരിത്രം പറയുന്നു. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു സുൽത്താൻ മംഗലാപുരം പിടിച്ചടക്കിയപ്പോൾ കുമ്പള രാജാവ് തലശ്ശേരിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം 1799 തിരിച്ചെത്തി. ബ്രിട്ടീഷുകാരിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ നടത്തിയ അസുലഭമായ ഒരു ശ്രമത്തിനു ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് 1804 മുതൽ വർഷം 11,788 രൂപ എന്ന പെൻഷൻ കൈപ്പറ്റി തുടങ്ങി എന്നും ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. യക്ഷഗാന പ്രസംഗങ്ങൾ ചിട്ടപ്പെടുത്തിയ പാർത്തി സുബ്ബൻ 18-ാം നൂറ്റാണ്ടിൽ കുമ്പളയിൽ ആണ് ജനിച്ചത്. യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. പ്രശസ്തമായ കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു മഹാത്ഭുതമാണ് പ്രസിദ്ധമായ തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. അനന്തശയനഭാവത്തിലാണ് പ്രതിഷ്ഠ. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് എന്നതും ഈ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നു. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമായി ഇത് കരുതപ്പെടുന്നു. കുമ്പള എന്ന പട്ടണത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്തപത്മനാഭൻ ഇവിടെയായിരുന്നു കുടികൊണ്ടിരുന്നത് എന്നാണ് സ്ഥലവാസികളുടെ വിശ്വാസം. കടുശർക്കര യോഗമെന്ന പുരാതന ശൈലിയിലാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു തടാകത്തിൻ്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. ഒരു പ്രായം ചെന്ന മുതലയും ഈ തടാകത്തിലുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന മുതലയെ ബ്രിട്ടീഷുകാർ ഈ തടാകത്തിൽ വെച്ച് വെടിവെച്ച് കൊന്നെങ്കിലും പിന്നീട് ഒരു മുതല ഇവിടെ തനിയെ പ്രത്യക്ഷപ്പെടുകയും ആ മുതല ബബിയ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇവിടെ വരുന്ന ഭക്തർക്ക് പ്രിയങ്കരിയായിരുന്നു ഈ ബബിയ എന്ന നിരുപദ്രവകാരിയായ ഈ ക്ഷേത്രത്തിലെ മുതല. ക്ഷേത്രത്തിലെ നൈവേദ്യം മാത്രമായിരുന്നു ബബിയയുടെ ഭക്ഷണം എന്നാണ് ക്ഷേത്ര പൂജാരിമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ബബിയ 2022 ഒക്ടോബറിൽ അന്തരിച്ചു. അതിനുശേഷം മറ്റൊരു മുതലക്കുഞ്ഞ് ഇവിടെ തനിയെ കാണപ്പെടുകയും ആ മുതല ഇന്ന് ഭക്തജനങ്ങളുടെ ആകർഷണ കേന്ദ്രമായി മാറുകയും ചെയ്തു. അങ്ങനെ ഈ ക്ഷേത്രം മുതല ക്ഷേത്രം എന്ന ഒരു ഓമന പേരിൽ കൂടിയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ട്രെയിൻ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം വളരെ പ്രസിദ്ധമായ ഒരു നിർമ്മിതിയുടെ മുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നേത്രാവതി നദി അല്ലെങ്കിൽ ഉള്ളാല നദി എന്നറിയപ്പെടുന്ന നേത്രാവതി നദിയുടെ മുകളിൽ
നിർമ്മിച്ചിരിക്കുന്ന ഒരു മഹാനിർമ്മിതിയായ റെയിൽവേ മേൽപ്പാലമാണ്. 1907 ജൂലൈയിൽ ആണ് ഈ നേത്രാവതി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത്. ജാലാർപേട്ട് മംഗലാപുരം മെയിൻ ലൈൻ പൂർത്തിയാക്കാൻ നേത്രാവതി നദിക്ക് മുകളിലൂടെ മംഗളൂരുവിലേക്ക് ബ്രോഡ് ഗേജ് ലൈൻ നിർമ്മിച്ചപ്പോൾ മദ്രാസ് റെയിൽവേയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1908 ജനുവരി 1 ഈ ഭാഗം ദക്ഷിണേന്ത്യൻ റെയിൽവേക്ക് കൈമാറുകയും SIR ബ്രോഡ് ഗേജ് മെയിൻ ലൈൻ ആയി മാറുകയും ചെയ്തു. ചില രേഖകളിൽ ഈ നദിക്ക് ഉള്ളാൽ നദി എന്നും മറ്റൊരു പേരുണ്ട്. റെയിൽവേ നദിയുടെ അഴിമുഖം അതിൻ്റെ വായിൽ നിന്നും ഏകദേശം 2 മൈൽ മുറിച്ചു കടക്കുന്നു. ഈ ഘട്ടത്തിൽ അതിൻ്റെ തീരങ്ങൾക്കിടയിൽ 6200 അടി വീതിയുണ്ട്. പാലത്തിന് ഏതാണ്ട് 0.83 കിലോമീറ്റർ എന്നാൽ 2762 അടി നീളമുണ്ട്. ഇത്ര മഹത്തായ ഒരു നിർമ്മിതിയാണ് ഉള്ളാൽ ബ്രിഡ്ജ്, ഇല്ലെങ്കിൽ നേത്രാവതി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ മഹാനിർമ്മിതി. ഒരു കാലഘട്ടത്തിൽ ഉള്ളാൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഗതാഗത പാലം തകരാറിലാകുകയും അന്ന് ഗതാഗതത്തിനായും റെയിൽവേക്കായും 2 രീതിയിലുള്ള ഗതാഗതത്തിനായും ഈ മഹാനിർമ്മിതിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ നാം ഈ മഹാനിർമ്മിതിയുടെ മുകളിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ച് നാം ഇപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴയ, ഏറ്റവും പുരാതനമായ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം എന്ന മഹാനഗരത്തെ ദേശത്തിൻ്റെ മറ്റ് ഇടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. മംഗലാപുരത്ത് 2 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. കങ്ങനാടി റെയിൽവേ സ്റ്റേഷൻ എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ മംഗലാപുരം ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും. മംഗലാപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന എല്ലാ ട്രെയിനുകളും മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുക. അതുപോലെ തന്നെ മംഗലാപുരത്തു നിന്നും ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പുറപ്പെടുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുക. ചില ട്രെയിനുകൾ മാത്രമാണ് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂടി പുറപ്പെടുക. ഏറ്റവും പുരാതനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. മംഗലാപുരം എന്ന മഹാനഗരത്തെ റോഡുമായും വിമാന മാർഗമായും റെയിൽവേ മാർഗമായും ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽവേ പാതയിൽ ഒന്നുകൂടിയാണ് ഈ റെയിൽവേ പാത. പണ്ടുകാലത്ത് മംഗലാപുരം എന്ന തുറമുഖ നഗരത്തെ വാണിജ്യ ഉദ്ദേശങ്ങൾക്കായി ബന്ധിപ്പിച്ച് ഇരുന്ന പ്രധാന മാർഗമായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വന്നതിന് ശേഷം നോർത്ത് ഇന്ത്യയിലേക്കും ഗോവയിലേക്കും അതുപോലെ തന്നെ മുംബൈയിലേക്കും സഞ്ചരിക്കുന്ന ദക്ഷിണ റെയിൽവേയുടെയും അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേയുടെയും പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ഹബ്ബ് കൂടിയാണ് ഈ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ നാം ഈ റെയിൽവേയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ട്രെയിൻ ഇപ്പോൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.